പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 12-ാം തിരുവചനം. ജ്ഞാനമാണ് ഞാൻ, എൻ്റെ വാസം വിവേകത്തിലും അറിവും വിവേചനശക്തിയും എനിക്കുണ്ട്. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഇന്ന് വിവേകം നഷ്ടപ്പെടുന്ന ഒരു തലമുറയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിവേകമില്ലാത്ത എടുത്തുചാട്ടം നടത്തുന്നവർ, വിവേകമില്ലാതെ കുടുംബ ബന്ധങ്ങളിൽ തകർച്ചയ്ക്ക് കാരണമാകുന്ന വ്യക്തിത്വങ്ങൾ, ഇതൊക്കെ ഇന്ന് നിത്യസംഭവങ്ങളായി നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഒരു കുട്ടി തീ കാണുമ്പോൾ ഓടുന്നതും കുത്തൊഴിഞ്ഞ് ഒഴുകുന്ന പുഴയിലേക്ക് ഓടുന്നതുമൊക്കെ വിവേകമില്ലാത്തതുകൊണ്ടാണ്. ഈ കുട്ടി വളർന്നു കഴിയുമ്പോൾ ഒരിക്കലും ഈ കുട്ടി ആകർഷിക്കുന്ന തീയിലേക്ക് ചെന്ന് പിടിക്കാറില്ല. അല്ലെങ്കിൽ നന്നായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശക്തമായി ഒഴുകുന്ന പുഴയിലേക്ക് വിവേകമുള്ള വ്യക്തി എടുത്തു ചാടുകയില്ല. വിവേകമില്ലാത്ത കുട്ടിയാണ് യഥാർത്ഥത്തിൽ തിരക്ക് പിടിച്ച ട്രാഫിക്കുകൾ ഉള്ള ആ സ്ഥലത്ത് എടുത്തു ചാടി റോഡ് മുറിച്ച് ഓടുന്നത്. വിവേകമുള്ള കുട്ടി വിവേകം ലഭിക്കുമ്പോൾ, ആ കുട്ടിയിൽ വിവേകം വന്നു കഴിയുമ്പോൾ ഒരിക്കലും അത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യുകയില്ല. പ്രിയമുള്ളവരെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 8-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വചനങ്ങളിൽ ഇങ്ങനെയാണ്: ആകയാൽ മക്കളെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ, എൻ്റെ മാർഗങ്ങൾ പിന്തുടരുവിൻ. എൻ്റെ മാർഗങ്ങൾ പിന്തുടരുന്നവർ ഭാഗ്യവാന്മാരാണ്. പ്രബോധനം കേട്ട് വിവേകികളായി വളരുവിൻ, അതിനെ അവഗണിക്കരുത്. എൻ്റെ പടിവാതിൽക്കൽ അനുദിനം കാത്തുനിന്ന് എൻ്റെ വാതിൽക്കൽ ദൃഷ്ടി ഉറപ്പിച്ച് എൻ്റെ വാക്ക് കേൾക്കുന്നവർ ഭാഗ്യവാൻ. എന്തെന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തും, കർത്താവിൻ്റെ പ്രീതി നേടുകയും ചെയ്യും. പ്രിയമുള്ളവരെ, വിവേകം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരു വയസ്സായ ഏകദേശം 80 വയസ്സിൽ കൂടുതലുള്ള ഒരു സന്യാസിയുണ്ട്. ആ സന്യാസി എപ്പോഴും ഞങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, വിവേകമെന്ന് പറയുന്നത് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ വിനിമയം ചെയ്യുന്നതാണ് വിവേകം. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ വിനിമയം ചെയ്യുന്നതാണ് വിവേകമെന്ന് ഈ വൃദ്ധനായ വാർദ്ധക്യത്തിലെത്തിയ ഈ സന്യാസി ഓരോ നിമിഷവും ഞങ്ങളെ നോക്കി പറയാറുണ്ട്. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 15 ഇപ്രകാരമാണ്: ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. വീണ്ടും 30-ാം അധ്യായത്തിൽ തന്നെ നിയമാവർത്തനം 30-ാം അധ്യായം 19 പറയുകയാണ്: ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഇന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. നീയും നിൻ്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക. പ്രിയമുള്ളവരെ, ജീവൻ തിരഞ്ഞെടുക്കുന്നതാണ്, ദൈവത്തെ തിരഞ്ഞെടുക്കുന്നതാണ് വിവേകം. എന്താണ് വിവേകമെന്ന് ചോദിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നന്മ തിരഞ്ഞെടുക്കുന്നതാണ് വിവേകം, ജീവൻ തിരഞ്ഞെടുക്കുന്നതാണ് വിവേകം, അനുഗ്രഹം തിരഞ്ഞെടുക്കുന്നതാണ് വിവേകം. ഈ കാലഘട്ടത്തിൽ ഇന്ന് നന്മ തിരഞ്ഞെടുക്കുവാനായിട്ട് മക്കൾക്ക് മടിയാണ്. ദൈവത്തെ തിരഞ്ഞെടുക്കുവാനായിട്ട് മടിയാണ്. ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ സുഖകരമായ ഒരു ജീവിതം നയിക്കാമെന്ന് മനുഷ്യൻ, വിവേകമുണ്ടെന്ന് പറഞ്ഞ് അവൻ നിലപാടുകൾ എടുക്കുന്ന മനുഷ്യൻ ഇന്ന് തകർച്ചയുടെ പടുകുഴികളിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിവേകമെന്ന് പറയുന്നത് ദൈവത്തെ തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ്. ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10 പറയുകയാണ്: കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകേണ്ടതിനുമാണ്. പ്രിയമുള്ളവരെ, ജീവൻ നൽകുന്നത് തിരഞ്ഞെടുക്കുന്നതാണ് വിവേകമെങ്കിൽ ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുന്നതാണ് വിവേകം. ജീവിക്കുന്ന ദൈവത്തെ തിരഞ്ഞെടുക്കുന്നതാണ് വിവേകം. ജീവൻ നശിപ്പിക്കുന്നതൊക്കെ വിവേകമില്ലായ്മയാണെന്ന് തിരിച്ചറിയണം. കാരണം പിശാച് വിവേകമില്ലാതെ പ്രവർത്തിക്കുന്നവനാണ്. വിവേകമില്ലാതെ അവൻ ജീവൻ നശിപ്പിക്കും, മോഷ്ടിക്കും, കൊല്ലും, നശിപ്പിക്കും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലെ 3-ാം അധ്യായം 9 ഈ മഹാജനത്തെ ഭരിക്കുവാൻ അവർക്ക് കഴിയും. ഈ സോളമൻ്റെ
സോളമോനോട് ദൈവം ആവശ്യപ്പെടുകയാണ്, നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് തരും. അപ്പോൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരമുണ്ട്. സോളമോൻ തന്നെ പറയുകയാണ് ദൈവത്തോട്, ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കുവാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. രാജാവായ സോളമോൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് സ്വർണത്തിനോ സമ്പാദ്യത്തിനോ ഈ ഭരണസ്ഥിരതയ്ക്കോ ഒന്നുമല്ല, ആരോഗ്യത്തിന് വേണ്ടിയല്ല. ആരോഗ്യം കിട്ടണം, അധികാരം നിലനിൽക്കണം, ഇതൊന്നുമല്ല സോളമോൻ ചോദിച്ചത്. സോളമോൻ ചോദിക്കുന്നത് ഈ ജനത്തെ ഭരിക്കുവാൻ വേണ്ടി നയിക്കുവാനായിട്ടുള്ള വിവേകം തരണമേ എന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് ഭരണത്തിലിരിക്കുന്നവർ, രാജ്യം ഭരിക്കുന്നവർ, അല്ലെങ്കിൽ ഓരോ അധികാരത്തിലിരിക്കുന്നവർ, അവർ ആദ്യം ചോദിക്കേണ്ട, ദൈവത്തോട് ചോദിക്കേണ്ട പ്രാർത്ഥന, ദൈവമേ, ലഭിച്ച അധികാരത്തെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുവാൻ നിൻ്റെ വിവേകം നൽകണമേ എന്ന്. ഇന്ന് വിവേകം നഷ്ടപ്പെടുന്നത് കൊണ്ട് ബുദ്ധിയിൽ ഉദിക്കുന്ന ചിന്ത വെച്ച്, മാനുഷികമായ ചിന്ത വെച്ച് നിലപാടുകൾ എടുക്കുന്നു. അത് അവരായിരിക്കുന്ന ചുറ്റുപാടുകളിൽ തകർച്ചകൾക്കും അസ്വസ്ഥതകൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം 28-ാം തിരുവചനം, അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു, ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്, തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം. തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം. എനിക്ക് വിവേകമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കേണ്ടത്, ഞാൻ തിന്മയോട് കൂട്ടുചേരുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് വിവേകം നഷ്ടപ്പെട്ട വ്യക്തിയാണ്. ഞാൻ മദ്യപാനികളുടെ കൂടെ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് വിവേകം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വ്യഭിചാരികളുടെ കൂടെ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ വിവേകം നഷ്ടപ്പെട്ട വ്യക്തിയാണ്. പാപം ചെയ്യുന്ന വ്യക്തികളുടെ കൂടെയാണ് കൂട്ടെങ്കിൽ, ചങ്ങാത്തം കൂടുന്നുണ്ടെങ്കിൽ എനിക്ക് വിവേകമില്ല എന്ന് തിരിച്ചറിയണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 10 താന്തോന്നികൾ ഔദത്യം നിമിത്തം കലഹമുണ്ടാക്കുന്നു, ഉപദേശം സ്വീകരിക്കുന്നവരുടെ കൂടെയാണ് വിവേകം. ഉപദേശം സ്വീകരിക്കുന്നവരുടെ കൂടെയാണ് വിവേകം. താന്തോന്നികൾ കലഹം ഉണ്ടാക്കും, അസ്വസ്ഥത ഉണ്ടാക്കും. കുടുംബത്തിൽ എത്രമാത്രം പ്രശ്നങ്ങളാണ്. എപ്പോഴും കൗൺസിലിങ്ങിൽ ഇരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് പറയാനായിട്ടുള്ള വിഷമം പറയുന്ന ഇതാണ്, മക്കൾ അച്ഛാ അനുസരിക്കുന്നില്ല. മക്കളോട് നല്ലത് പറഞ്ഞാലും അവർ മറുതലിക്കുക. 17 വയസ്സ് കഴിയുമ്പോൾ തന്നെ മക്കൾ പറയുകയാണ്, മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ മേൽ ഒരധികാരവും ഇല്ല, ഞങ്ങൾക്കറിയാം, ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, ഇനി ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും, അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട എന്ന് മറുതലിക്കുന്ന കലഹപ്രിയരായിട്ടുള്ളവർ അത് വിവേകമില്ലാത്തതുകൊണ്ടാണ്. ഉപദേശം സ്വീകരിക്കാത്ത മറുതലിക്കുന്ന സ്വഭാവം അത് വിവേകമില്ലായ്മയുടെ അടയാളമാണെന്ന് തിരിച്ചറിയണം. സുഭാഷിതങ്ങളിൽ 14-ാം അധ്യായം 33 ബുദ്ധിമാൻ്റെ മനസ്സിൽ വിവേകം കുടികൊള്ളുന്നു. അപ്പോൾ ഞാൻ ബുദ്ധിമാനാണ് എന്ന് നീ പറയുകയും നീ മറുതലിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നീ വിവേകമുള്ള വ്യക്തിയല്ല. യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറയുന്നത് വിവേകമുള്ള മനുഷ്യനാണ്. വിവേകമുള്ളവനിൽ അവൻ ബുദ്ധിമാനാണ്. കാരണം അവൻ കാര്യമറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ക്രമപ്പെടുത്തും. അതാണ് യഥാർത്ഥ ബുദ്ധിമാൻ്റെ അടയാളം എന്ന് പറയുന്നത്. നിൻ്റെ ഉള്ളിൽ വിവേകമുണ്ടോ, ദൈവം നൽകുന്ന വിവേകമുണ്ടോ, നീ ബുദ്ധിമാനായിരിക്കും. നിനക്ക് പരാജയം ഉണ്ടാവില്ല, തകർച്ചയുണ്ടാവില്ല, അസ്വസ്ഥതകളുണ്ടാവില്ല. നീ കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ വരികയില്ല. കാരണം എന്താ? നീ വിവേകപൂർവ്വ നിലപാടുകൾ എടുക്കും. അതില്ലാത്ത വ്യക്തി എന്തു ചെയ്യും? മറ്റുള്ളവരെയും നശിപ്പിക്കും, അവനെയും നശിപ്പിക്കും. സുഭാഷിതങ്ങൾ 16:22 പറയുക, വിവേകം ലഭിച്ചവന് അത് ജീവൻ്റെ ഉറവയാണ്, പോഷനുള്ള ശിക്ഷയത്രേ. കാരണം വിവേകം ലഭിച്ചവന് അത് ജീവൻ്റെ ഉറവയാണ്. കാരണം വിവേകം എന്ന് പറയുന്ന ദൈവത്തെ തിരഞ്ഞെടുത്തവനാണ്. കാരണം ദൈവത്തോട് യാത്ര ചെയ്യുന്നവനാണ്. അവനെപ്പോഴും ജീവൻ്റെ സമൃദ്ധിയിലായിരിക്കും. ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ അവനെപ്പോഴും സ്നേഹത്തിൻ്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. വിവേകമുള്ള വ്യക്തി ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്. പക്ഷെ ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തിയാണെങ്കിൽ അവന് വിവേകം നഷ്ടപ്പെടും. അവസാനം അവൻ്റെ ജീവിതം തന്നെ ശിക്ഷയുടെ തരത്തിലേക്ക് എത്തിച്ചേരും. സുഭാഷിതങ്ങൾ 23:19 പറയുക, മകനെ ശ്രദ്ധിച്ചു കേൾക്കുക, വിവേകം പുലർത്തുക, മനുഷ്യനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുക. കാരണം ശ്രദ്ധിച്ച് കേൾക്കുക, വിവേകം പുലർത്തുക. നമ്മൾ കേൾക്കുന്നതിൽ ശ്രദ്ധ വേണം. ശ്രദ്ധിച്ച് കേൾക്കാനായിട്ടുള്ളൊരു മനസ്സ് വേണം. ചില മാതാപിതാക്കളോ മക്കളോട് എന്തെങ്കിലും ഉപദേശം പറയുമ്പോൾ മക്കൾ അത് ശ്രദ്ധിച്ച് കേൾക്കാൻ മടിയാണ്. മാതാപിതാക്കൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ അവിടെ നിന്ന് വിട്ടുമാറും. കാരണം എന്താണ്? അവർക്ക് വിവേകമില്ല. മക്കൾക്ക് വിവേകം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ഉപദേശം കേൾക്കാനായിട്ട് അവർക്ക് ഇന്ന് മടി. കൂട്ടുകാർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് വലിയ കാര്യങ്ങൾ. അതുകൊണ്ട് ഇന്ന് കുടുംബത്തിൽ പല പ്രശ്നങ്ങളാണ്. മക്കളൊക്കെ ജീവൻ്റെ സമൃദ്ധിയിൽ വളരേണ്ട മക്കൾ ദൈവത്തെ തള്ളിപ്പറയുന്നു, കൂദാശകളെ തള്ളിപ്പറയുന്നു, കുമ്പസാരം വേണ്ട, പ്രാർത്ഥന വേണ്ട, കുടുംബ പ്രാർത്ഥന വേണ്ട. വിവേകം നഷ്ടപ്പെട്ട മനുഷ്യൻ. കാരണം ദൈവത്തെ തിരഞ്ഞെടുക്കില്ല.
ജീവൻ നൽകുന്നതിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ വിവേകം വേണം. പ്രഭാഷകൻ 27:11 പറയാം, ദൈവഭക്തൻ്റെ വിവേകം സമൃദ്ധമാണ്, മൂഢന് ചന്ദ്രനെ പോലെ മാറ്റം സംഭവിക്കും. കാരണം മൂഢന് ചന്ദ്രനെ പോലെ മാറ്റം സംഭവിക്കും. കാരണം ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ പറ്റില്ല. ചന്ദ്രൻ യഥാർത്ഥത്തിൽ അവന് സ്വയം പ്രകാശിക്കാൻ പറ്റില്ല. അവന് കാരണം എപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കും. അവനൊരു മൂഢൻ്റെ അവസ്ഥയാണ്. മൂഢനും ഇതുപോലെയാണ്. എന്നാൽ ദൈവഭക്തൻ എന്ന് പറയുന്നത് അവൻ സൂര്യനെ പോലെ ശോഭിച്ചുകൊണ്ടിരിക്കും. ദൈവഭക്തൻ എന്താണ്? നീതി സൂര്യനായ ദൈവവുമായ ഒരു ബന്ധം ആ ഭക്തൻ്റെ ജീവിതത്തിൽ നിലനിൽക്കും. അതുകൊണ്ട് അവൻ്റെ ജീവിതം എപ്പോഴും വിവേകമായിരിക്കും, സുദൃഢമായിരിക്കും. ദൈവഭക്തൻ്റെ ജീവിതം വിവേക സുദൃഢമാകണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് വിവേകമുണ്ടോ എന്ന്, ഞാൻ വിവേകമുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ദൈവവുമായുള്ള ബന്ധം എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി. മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 24 മുതൽ 27 വചനങ്ങളിൽ ദൈവം വിവേകമുള്ളവനെയും ഭോഷനെയും തമ്മിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. ദൈവവചനമാകുന്ന പാറമേൽ ഒരുവൻ അവൻ്റെ ജീവിതം പണിതുയർത്തുമ്പോൾ അവൻ വിവേകമുള്ള വ്യക്തിയാണ്. അതിന് വിരുദ്ധമായി നിലപാടെടുക്കുമ്പോൾ അവൻ ഭോഷനായിട്ട് മാറും. തുടർന്നുള്ള വചനത്തിൽ അവിടുന്ന് പറയുന്നുണ്ട്. കാരണം ഭോഷൻ എന്ത് ചെയ്യും? അവൻ മണൽപ്പുറം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സംവിധാനങ്ങളാണ്. ലോകത്തിലെ സംവിധാനങ്ങൾ, ലോകത്തിലെ ആകർഷണങ്ങളുമാകുന്ന മനോഭാവത്തിൽ അവൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്താനായിട്ട് തുടങ്ങിയാൽ അത് ഒരു സുനാമിയുടെ അല്ലെങ്കിൽ ഒരു തകർച്ചയുടെ നിമിഷങ്ങളിൽ തകർന്ന് തരിപ്പണമാകും. എന്നാൽ ദൈവവചനത്തിൻ്റെ കല്ലുകളാൽ ഒരുവൻ തൻ്റെ വ്യക്തിത്വത്തെ, ജീവിതത്തെ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ വിവേകമുള്ള വ്യക്തിയായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ എന്ത് കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിച്ചാലും അതിനെ തകർക്കാനായിട്ട് പറ്റുകയില്ല. നമുക്കറിയാം, വിശുദ്ധരൊക്കെ വിവേകമുള്ളവരായിരുന്നു. വിശുദ്ധരായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വിവേകത്തിൻ്റെ പരിണിത ഫലം കൂടിയാണെന്ന് തിരിച്ചറിയണം. നമുക്കറിയാം മരിയ ഗൊരേത്തി കുഞ്ഞുനാളിൽ തന്നെ അമ്മ പറഞ്ഞു കൊടുക്കും, വസുന്ധ പറയും, ദൈവവചനം മക്കൾക്ക് കൊടുക്കും. കാരണം ദൈവത്തിനെതിരായി പാപം ചെയ്യാൻ പാടില്ല, വ്യഭിചാരം പാപമാണ്, അല്ലെങ്കിൽ ഈ അശുദ്ധി നിറഞ്ഞ ചിന്തകളോ അശുദ്ധി നിറഞ്ഞ മനോഭാവങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. കുഞ്ഞുനാളിൽ ഈ അമ്മ മരിയ ഗൊരേത്തിയോട് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് മരിയ ഗൊരേത്തിയുടെ ഉള്ളിൽ ഈ ദൈവവചനം നിറഞ്ഞു നിന്നു. ഒരു നിർണായക നിമിഷത്തിൽ അലക്സാണ്ടർ അവളുടെ ചാരിത്രത്തെ, അവളുടെ വിശുദ്ധിയെ തല്ലി തകർക്കുവാനായിട്ട് സ്വാധീനിച്ചപ്പോൾ മരിയ ഗൊരേത്തി എതിർത്ത് നിന്നു. കാരണം അവളുടെ ഉള്ളിൽ വിവേകം ഉണ്ടായിരുന്നു. ദൈവവചനം നിറഞ്ഞു നിന്നതുകൊണ്ട് വിവേകപൂർവ്വം അവൾ നിലപാടെടുത്തു. അവളുടെ ജീവിതത്തിൽ അത് ഒരു ഉറപ്പുള്ള പാറയായി അവളുടെ ജീവിതം മാറി. ഇന്നും മരിയ ഗൊരേത്തിയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. മരിയ ഗൊരേത്തിയുടെ കാലഘട്ടത്തിൽ തന്നെ ഇതേപോലെ മരിയ ഗൊരേത്തിയെ പോലെ ജീവിക്കുവാനായിട്ട് അവസരങ്ങളുണ്ടായിട്ടും അതിന് യോഗ്യമായി ജീവിക്കാതെ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ അടിമപ്പെട്ട വ്യക്തികൾ ഇന്ന് വിസ്മൃതിയിൽ ആണ്ടുപോയിട്ടുണ്ട്. അവരാരും അറിയപ്പെടുന്നില്ല. എന്നാൽ ദൈവവചനത്തിന് പ്രാമുഖ്യം കൊടുത്ത്, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത് വിവേകപൂർവ്വം ജീവിച്ചപ്പോൾ അവരിന്നും നിലനിൽക്കുകയാണ്. പ്രിയമുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മാർത്ഥയോടെ നമ്മൾ ചോദിക്കുക, എൻ്റെ ഉള്ളിൽ വിവേകമുണ്ടോ? വീണ്ടും വചനത്തിലൂടെ ഈശോ പഠിപ്പിക്കുക. ഭോഷൻ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 26 എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യമായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. വിവേകമില്ലാതെ ദൈവവചനത്തിന് യോഗ്യമായി യേശുവിനെ ഐക്യപ്പെട്ട് ജീവിച്ചാൽ നമ്മുടെ ജീവിതങ്ങൾ പരാജയപ്പെടും. കാരണം ദൈവവചനത്തിന് യോഗ്യമായി ജീവിക്കാതിരുന്നാൽ പരാജയം ഉണ്ടാകും, വിവേകം നഷ്ടപ്പെട്ട ജീവിതമായിട്ട് മാറും. പ്രിയമുള്ളവരെ, BSc നഴ്സിങ്ങിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി അടുത്ത കാലത്ത് കൗൺസിലിങ്ങിന് വന്നതായിരുന്നു. അവളുടെ മാതാപിതാക്കൾ അവളെയും കൊണ്ട് വന്നു. ഫസ്റ്റ് ഇയർ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവൾ ഒരു ചെറുക്കനുമായിട്ട് സ്നേഹമായി, പ്രേമത്തിൽ ആഴപ്പെട്ട് കഴിഞ്ഞു. പെട്ടെന്ന് ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് അവർ നിലപാടുകൾ എടുക്കുകയാണ്. വചനം പറയുന്നുണ്ട്, കാരണം ഒരു വിവാഹമെന്ന കൂതാശയിലൂടെ മാത്രമേ ദൈവം നൽകിയ ലൈംഗികത അത് ഉപയോഗിക്കുവാനായിട്ട് പാടുള്ളൂ.
വിവാഹ ജീവിതത്തിന് വിരുദ്ധമായിട്ട് നിലപാടെടുത്താൽ അത് ദൈവവചനത്തിന് എതിരെ എടുക്കുന്ന നിലപാടാണ്. എന്നാൽ ലോകത്തിലെ നിയമങ്ങൾ സംവിധാനങ്ങൾ പറയും പ്രായപൂർത്തിയായാൽ അവർക്ക് അവരുടെ ഇഷ്ടമുള്ള ജീവിതം നയിക്കാം, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, കാരണം അവർക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ എന്നാൽ ദൈവവചനം പറയുന്നത് എന്താണ്? ദൈവവചനം പറയുന്നതാണ് ഈ പെൺകുട്ടി തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷേ അവൾ ദൈവവചനത്തെ വിസ്മരിച്ചിട്ട് ഈ ചെറുക്കനുമായിട്ട് കറങ്ങാനായിട്ട് തുടങ്ങി. വിവാഹത്തിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. പ്രിയമുള്ളവരെ, ആ ദിനം മുതൽ അവൾക്ക് പഠിക്കാനായിട്ടുള്ള താല്പര്യം കുറഞ്ഞു. BSc ഒത്തിരി പൈസ കൊടുത്ത്, പാവപ്പെട്ട സാധാരണ ഒരു കുടുംബമാണ്, ഒത്തിരി പൈസ കൊടുത്ത് BScക്ക് അഡ്മിഷൻ വാങ്ങിച്ചിട്ട്, BSc നഴ്സിങ്ങിന് അഡ്മിഷൻ വാങ്ങിച്ചിട്ട് അത് പൂർത്തീകരിക്കപ്പെടാതെ അവൾ പഠനം അവസാനിപ്പിക്കേണ്ട അവസ്ഥ വന്നു. ജീവിതത്തെ തന്നെ തകർന്ന അവസ്ഥയിൽ ഈ പെൺകുട്ടിയുടെ ജീവിതം തകരാനായിട്ടിടയായി. ഈശോ പറഞ്ഞത് എത്രയോ അർത്ഥപൂർണമാണ്. പാറപ്പുറത്ത് ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യമാകാതെ പൂഴിയിൽ ഭവനം പണിതത് കൊണ്ട് ഇത് തകർന്നു പോവുകയാണ്. ഇന്ന് അനേകരുടെ കുടുംബ ബന്ധങ്ങളിൽ, കുടുംബജീവിതങ്ങളിൽ വിവേകമില്ലാത്തത് കൊണ്ട് ഇതുപോലുള്ള തകർച്ചകൾ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, തകർച്ചകൾ കടന്നു വരുന്നുണ്ട്. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടതിലും വിവേകം ഉണ്ടായിരിക്കണം. കാരണം എന്താ, ഒരു യുവതി യുവാക്കളുടെ കാലഘട്ടത്തിൽ അവർ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. പഠിക്കേണ്ട കാലഘട്ടത്തിൽ ഒരു ലക്ഷ്യസ്ഥാനത്ത്, ഒരു തൊഴിൽ മേഖലയിൽ ഉയരേണ്ട ജീവിതത്തെ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ ഇഷ്ടപ്പെട്ടവരെ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള ഒരു കാലഘട്ടമായി അതിനെ മാറ്റിക്കഴിഞ്ഞാൽ വിവേകം നഷ്ടപ്പെട്ട ജീവിതങ്ങളാണ്. അവർക്കൊരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റില്ല. ദൈവം ആഗ്രഹിക്കുന്ന നന്മയിൽ എത്തിച്ചേരാൻ പറ്റില്ല. പാതി വഴിയിലെ ജീവിതങ്ങൾ തകർക്കപ്പെടും. കാരണം രാഷ്ട്രത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളെക്കാൾ ഉപരി ഒരു വിശ്വാസി ദൈവവചനത്തിന് പ്രാമുഖ്യം കൊടുക്കണം, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കണം. അതാണ് വിവേകം. വിവേകമെന്ന് പറയുന്നത് രണ്ട് സാധ്യതകൾ നിൻ്റെ മുമ്പിലുണ്ട്. ദൈവവചനത്തിൽ നിലനിന്നുകൊണ്ടുള്ള ജീവിതം നയിക്കാം, അല്ലെങ്കിൽ ലോകത്തിലെ നിയമങ്ങൾ വെച്ചുകൊണ്ട് നിനക്ക് ജീവിക്കാം. ലോകത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. പക്ഷേ വിവേകമുള്ളവൻ ദൈവത്തെ തിരഞ്ഞെടുക്കും, ദൈവം പറയുന്ന നിയമങ്ങൾ പാലിക്കും. നമുക്കറിയാം, ചില കുട്ടികളൊക്കെ പറയും, അല്പം 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലായി കഴിയുമ്പോൾ പറയും, പപ്പ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, പപ്പ എൻ്റെ കാര്യത്തിൽ നോക്കേണ്ട. ഈ കുട്ടി ഇങ്ങനെ വാശിയോടെ പറയും. അവസാനം ഇവളുടെ കൂടെയുള്ള കുട്ടികളൊക്കെ, കാരണം അങ്ങനെയുള്ള മനോഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം, കാരണം കോടതിയിൽ ചെന്നാൽ പറയും, കാരണം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുട്ടികളുടെ ഇഷ്ടം പോലെ ചെയ്യാം, മാതാപിതാക്കൾക്ക് അവരുടെ മേൽ അവകാശമില്ല, മാതാപിതാക്കൾക്ക് കുട്ടികളുടെ അടിക്കാനായിട്ട് അവകാശമില്ല. ഇങ്ങനെയുള്ള നിയമങ്ങൾ വേണമെങ്കിൽ രൂപപ്പെടുത്തിയെടുക്കാം. പക്ഷേ പ്രിയമുള്ളവരെ, വചനം പറയുന്നത് എന്താണ്? സ്വർഗം നഷ്ടപ്പെടുത്തുന്നത് എന്തും എനിക്ക് വേണ്ട എന്ന് പറയാനായിട്ടുള്ള വിവേകമാണ് വിവേകം. കാരണം സ്വർഗം നഷ്ടപ്പെടുത്തുന്നതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുവാനായിട്ടുള്ള ധൈര്യമാണ് വിവേകമെന്ന് തിരിച്ചറിയണം. സ്വർഗവും സ്വർഗരാജ്യവും ലക്ഷ്യം വെച്ച് നീങ്ങേണ്ട മനുഷ്യജീവിതം, ഈ ഭൂമിയിലെ ജീവിതം, അത് മറന്നുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് വിവേകം നഷ്ടപ്പെടും. എഫേസുസാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 15. അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. ജീവൻ തിരഞ്ഞെടുക്കുന്നതാണ് വിവേകം. നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ, ശാരീരികമായ കാര്യങ്ങൾ നമ്മൾ വളരെ വിവേകത്തോടെ ചെയ്യും. എന്നാൽ ആത്മാവിൻ്റെ കാര്യത്തിൽ എന്തേ നമ്മൾ വിവേകമെടുക്കാത്തത്? ശരീരത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം വിവേകമുള്ളവരായി മാറുന്നു. ആത്മാവിനെ വിസ്മരിച്ച് ആത്മാവിൻ്റെ കാര്യത്തിൽ വിവേകരഹിതമായി നമ്മൾ നിലപാടെടുക്കുന്നു. പാപം ചെയ്യുമ്പോൾ ആത്മാവ് മരിക്കുന്നുവെന്ന് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിന് വിവേകം ഇല്ലാതെ പോകുന്നു? കാരണം കുരിശിൽ നമ്മൾ കാണുന്നുണ്ട്. കുരിശിലെ കള്ളൻ അവൻ വിവേകത്തോടെ നിലപാടെടുത്തതാണ്. കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ വലതുവശത്ത് കിടക്കുന്ന കള്ളൻ അവന് വിവേകം ഉള്ളതുകൊണ്ട് അവൻ ഉടനെ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ, നീ പറുദീസയിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. അവൻ്റെ വിവേകം അവനെ രക്ഷയിലേക്ക് നയിച്ചു. ജീവിതത്തിൻ്റെ ഏതവസ്ഥകളിലും നിനക്ക് രക്ഷ വേണമെങ്കിൽ നിനക്ക് വിവേകം വേണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7 പറയാം, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ഓരോ ദിവസവും മുട്ടിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ വിവേകം നൽകി എന്നെ വഴി നടത്തണമേ. ദൈവമേ, തിരഞ്ഞെടുക്കേണ്ടത് ഏതാണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള വിവേകം എനിക്ക് തരണമേ. ധ്യാനം കൂടുമ്പോൾ, പ്രാർത്ഥനയിലൊക്കെ യഥാർത്ഥത്തിൽ വിവേകം ദൈവം നൽകുന്നുണ്ട്. തെറ്റായ പ്രേമബന്ധങ്ങളിൽ അടിമപ്പെട്ട വ്യക്തികൾ ധ്യാനം കൂടുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുട്ടികൾക്ക് വിവേകം ലഭിക്കുന്നു. ആ പ്രേമബന്ധങ്ങളിൽ നിന്ന് അവർ മാറാനായിട്ടുള്ള നല്ല ചങ്കുറപ്പുള്ള നിലപാടുകൾ എടുക്കുന്നു. കാരണം എന്താണ്? വിവേകം വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് തെറ്റാണ്,
ഈ പ്രേമബന്ധവുമായിട്ട് പോയി കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടും. ഈ പ്രേമബന്ധവുമായിട്ട് തുടർന്ന് പോയാൽ എൻ്റെ ഭാവി തകർന്നു പോകും. ഒരുവന് വേണ്ടി തകർക്കുവാനായിട്ടുള്ളതല്ല ജീവിതം. അനേകരുടെ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് ഒരുവന് വേണ്ടി ഞാൻ എന്തിനു മരിക്കുന്നു? പ്രിയമുള്ളവരെ, കാരണം വിവേകമുള്ള വ്യക്തി അങ്ങനെ തീരുമാനമെടുക്കും. അതല്ലെങ്കിൽ എന്താണ്, വിവേകമില്ലാത്ത വ്യക്തി എന്ത് ചെയ്യും? പ്രേമിച്ചവന് വേണ്ടി മറ്റുള്ളവരെ എല്ലാം കണ്ണുനീരിലാഴ്ത്തിയിട്ട് ചെന്ന് ആത്മഹത്യ ചെയ്യും. അങ്ങനെ ഇന്ന് എത്രയോ സംഭവങ്ങൾ ചുറ്റുപാടുകളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, വിവേകമുള്ള വ്യക്തിത്വമാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ. വിവേകമുള്ള വ്യക്തിത്വങ്ങളാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ദിനത്തിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. എന്താണ് വിവേകമെന്ന് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ദൈവത്തെ തിരഞ്ഞെടുക്കുന്നതാണ് വിവേകം. ജീവൻ നൽകുന്നത് തിരഞ്ഞെടുക്കുന്നതാണ് വിവേകം. വചനത്തെ തിരഞ്ഞെടുക്കുന്നതാണ് വിവേകം. വചനം പാലിക്കുന്നതാണ് വിവേകം. ലോകത്തിൽ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ നിയമങ്ങളും വ്യത്യസ്തങ്ങളായ ജീവിതശൈലികളും ചുറ്റുപാടുകളുമൊക്കെ നമ്മുടെ മുമ്പിലുള്ളപ്പോഴും ദൈവത്തെ തിരഞ്ഞെടുക്കുന്നവരാവുക, ദൈവവചനത്തെ തിരഞ്ഞെടുക്കുന്നവരാവുക, വചനം പറയുന്നത് അനുസരിക്കുന്നവരാവുക. അതാണ് വിവേകം. ദൈവം ആ ഒരു കൃപാവരം നമ്മുടെ മേൽ വർഷിക്കുവാനായിട്ട്, നമ്മുടെ മക്കൾക്ക് മേൽ വർഷിക്കുവാനായിട്ട്, നമ്മുടെ കുടുംബനാഥന്മാർക്ക് മേൽ ഈ വിവേകം വർഷിക്കുവാനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അനുദിന ജീവിതത്തിൽ അവിടെ നിന്ന് ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ, ഇതാ നിൻ്റെ മുമ്പിൽ നന്മയും തിന്മയും ജീവനും മരണവും നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ജീവനിൽ പ്രവേശിക്കുവാൻ നന്മ തിരഞ്ഞെടുക്കുക. യേശുവേ, അവിടുന്ന് തന്നെയാണല്ലോ ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നും എന്നെ തിരഞ്ഞെടുക്കുന്നവൻ ജീവനിലേക്കാണ് ജീവിതം നയിക്കുന്നതെന്നും ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഓരോ നിമിഷവും ദൈവവചനത്തെയും യേശുവിനെയും തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈ ഭൂമിയിൽ സുരക്ഷിതരായി ജീവിച്ച് നിത്യസൗഭാഗ്യത്തിലെത്തിച്ചേരുവാൻ ആവശ്യമായ നല്ല തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള വിവേകവും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ. സോളമാൻ പ്രാർത്ഥിച്ചതുപോലെ ഈ ദിനത്തിൽ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധിയിലും സ്നേഹത്തിലും നന്മയിലും മാന്യതയിലും നിലനിർത്തുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ വിവേകം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.